1980-ലെ ഒറ്റപ്പാലത്ത് നിന്നുള്ള മിന്നും വിജയത്തിന്റെ ഓർമ്മയിലാണ് മന്ത്രി എ.കെ. ബാലൻ ഇപ്പോഴുമുള്ളത്. വിദ്യാർത്ഥി നേതാവായിരിക്കെ പാർലമെന്റിലെത്തിയ എ.കെ. ബാലൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വെള്ളേച്ചേരനെ പോലുള്ള ജനകീയ നേതാവിനെ നേരിടാൻ CPM രംഗത്തിറക്കിയത് എ.കെ. ബാലൻ എന്ന SFI സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ. SPIയിൽ ഓഫീസറായി കിട്ടിയ ജോലി കളഞ്ഞാണ് SFIയുടെ മുഴുസമയ പ്രവർത്തകനാവുന്നത്. പാർട്ടി നിർബന്ധത്തിന് വഴങ്ങി മത്സരിക്കേണ്ടി വന്നു. ഒറ്റപ്പാലത്തെക്കുറിച്ചോ പാലക്കാടിനെക്കുറിച്ചോ അറിയാതെയാണ് മത്സരത്തിനെത്തിയത്. SFI പ്രവർത്തകർ കൂട്ടത്തോടെ ഒറ്റപ്പാലത്ത് തമ്പടിച്ചു. ഇതോടെ മത്സരത്തിന്റെ ഗതി മാറി. എൻ്റെ എതിർ സ്ഥാനാർത്ഥി വെള്ളേച്ചേരനാണ്. ഞാനങ്ങ് പുറത്തുനിന്ന് വന്ന ഒരാളാണല്ലോ. പിന്നെ ഈ ബ്രണ്ണൻ കോളേജിലെ ശൈലിയും ലോ കോളേജിലെ ശൈലിയും മലബാറിലെ ശൈലിയും ഒക്കെ ഉണ്ടല്ലോ. എന്നാൽ ഈ സംസാരം പോലെയല്ല. പിന്നെ നമ്മൾ അന്നത്തെ സംസാരത്തിനും സമീപനത്തിനൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. ആളുകളെ ഏറെക്കുറെ ആകർഷിക്കും. SFIയുടെ ഒരു നിര തന്നെ അങ്ങ് വന്നല്ലോ. അങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്. ശിവദാസ മേനോനെ പോലുള്ള മുതിർന്ന CPM നേതാക്കൾ പോലും പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെച്ച് പാർലമെന്റിലെത്തിയ എ.കെ. ബാലന് അന്നത്തെ ലോക്സഭ ഇപ്പോഴും ഒരു സ്വപ്നമാണ്. 80 മുതൽ 55 വരെയുള്ള ലോകസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുത ഇന്ന് സ്വപ്നമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ശ്രീമതി ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി ഒരു ഘട്ടത്തിൽ, രാജീവ് ഗാന്ധി, മധുനന്ദ പാദെ, വാജ്പേയി, ഇബ്രാഹിം സുലൈമാൻ സേട്ടു, ബനാത്ത് വാല, ഇവരൊക്കെ ഉള്ളൊരു സഭയാണ്. യഥാർത്ഥത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആ കൊലപാതകം ഒരു വല്ലാത്തൊരു വിഷമതിയായിരുന്നു. അന്ന് എസ്റ്റിമേറ്റ് കമ്മിറ്റി നടക്കുമ്പോഴാണ് ഈ വാർത്ത വരുന്നത്. ഇന്ദിരാഗാന്ധി വധവും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുമെല്ലാം മനസ്സിൽ മായാതെ നിൽക്കുന്നു. 1984 മത്സരിക്കാനില്ലെന്ന് പറഞ്ഞെങ്കിലും മത്സരിക്കേണ്ടി വന്നു. അന്ന് KR നാരായണനോട് ഒറ്റപ്പാലത്ത് പരാജയപ്പെട്ടു. പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടില്ല. 1980-ലെ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയായി പാലക്കാടെത്തിയ എ.കെ. ബാലൻ പിന്നീട് പാലക്കാട്ടുകാരുടെ സ്വന്തം ബാലേട്ടനായി മാറി. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.